ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എടുക്കുന്നത് പെർമിറ്റിവിറ്റി. നമ്മൾ കൂളംസ് ലോ പഠിക്കാൻ നേരത്തെ പറഞ്ഞു നിർത്തിയായിരുന്നു പെർമിറ്റിവിറ്റി എന്ന ഭാഗം. ഓർമ്മയുണ്ടോ? എപ്സിലോൺ. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിനു വേണ്ടി വേറൊരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് പെർമിറ്റിവിറ്റിയെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാം. രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യാം. കൂളംസ് ലോ നോക്കി, രണ്ട് ചാർജ് ഉണ്ട് Q1 Q2. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് R, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്. കാരണം കൂളംസ് വരുന്നത് സെൻട്രൽ ഫോഴ്സ് ആണ്. കൂളം ഫോഴ്സ് സെൻട്രൽ ഫോഴ്സ് ആണ്. നോക്കി, ഇതാ ഡിസ്റ്റൻസ് R. അങ്ങനെയാണെങ്കിൽ കൂളം പറഞ്ഞു ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. K ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത, പക്ഷേ ഈ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം. ഈ രണ്ട് ചാർജിനെ മാറ്റിയില്ല, ഡിസ്റ്റൻസിനെ മാറ്റിയില്ല, പക്ഷെ രണ്ടും ഇതേപോലെ ഞാൻ വേറൊരു മീഡിയത്തിലാണ് കൊണ്ടുപോയി വെക്കുന്നതെങ്കിൽ അവിടെ ഫോഴ്സ് മാറുന്നതായിട്ട് കണ്ടു. അപ്പൊ ഈ K എന്ന് പറയുന്നത് ഫോഴ്സ് കോൺസ്റ്റന്റ് ഒക്കെയാണ്, പക്ഷെ ഡിപ്പെൻഡ്സ് അപ്പോൺ മീഡിയം. പിന്നെ എക്സ്പെരിമെന്റ് വഴി കണ്ടുപിടിച്ചിട്ടുണ്ടാവും K ഈസ് ഈക്വൽ ടു 1/4πε ആണ് ഈ കോൺസ്റ്റന്റ്. അതായത് ഇതാന്ന് കണ്ടുപിടിച്ചു. ഈ എപ്സിലോൺ ആണ് പെർമിറ്റിവിറ്റി അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി. ആരുടെ? ഈ മീഡിയത്തിന്റെ. ഇവന്റെ പേരെന്നാ? അബ്സൊല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം എന്നാ നമുക്ക് പഠിക്കാം. പക്ഷെ ഇന്ന് എഴുതി നോക്കിയേ, F is equal to 1/4πε. K ഏതാണ് കണ്ടുപിടിച്ചു? Q1 ബാക്കി എഴുതിയേ, Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഈ വാല്യൂ 4 പൈ കോൺസ്റ്റന്റ് ആണ്. ഈ എപ്സിലോൺ കൂടിയാൽ എന്നാ സംഭവിക്കുന്നത്? ഇവിടുത്തെ ഫോഴ്സിന് എപ്സിലോൺ കൂടിയ ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ് കുറയുക. കണ്ടോ, ഇവിടെ ഡിവിഷന്റെ താഴെ കിടക്കുന്നത്. അപ്പൊ ഇവിടെ 5ന് പകരം 10 ആയാലും 10ന് പകരം 20 ആയാലും കൂടി പോയാൽ ഈ മൊത്തം സംഖ്യ എന്നാ പറ്റും? കുറഞ്ഞു പോകും. അതായത് ഫോഴ്സ് കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പൊ എപ്സിലോൺ കൂടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇന്ററാക്റ്റീവ് ഫോഴ്സ് കുറയുക ചെയ്യുന്നത്. അപ്പൊ ഇവൻ ഹീറോ അല്ല, വില്ലനാണ്. അപ്പൊ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എന്നാ സംഭവം? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എപ്സിലോൺ കൂടുമ്പോൾ ഫോഴ്സ് കുറയുന്നത്? നമുക്ക് നോക്കാം എന്നാ സംഭവം. നമുക്കറിയാം, രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ കേട്ടോ, രണ്ട് ചാർജുകളുണ്ട്. ഇതൊരു പ്ലസ് ചാർജ് ആണ്, ഇതൊരു മൈനസ് ചാർജ് ആണ്. ഈ രണ്ട് ചാർജുകൾ ഇരിക്കാന്ന് വിചാരിച്ചു. ഈ ചാർജാണ് ഞാൻ വരച്ചേക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് ആര് കാരണമാണ്? നമ്മൾ ആ പോർഷനിലേക്ക് എത്തിയിട്ടില്ല, ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള ഭാഗത്തേക്ക്. അത് അടുത്ത വീഡിയോയില. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, എങ്ങനെ ഈ ചാർജ് പരസ്പരം ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്ന? ആരെങ്കിലും പിടിച്ച് വലിക്കുകയാണ്, ഇവനൊരു കമ്പ് ഇട്ടിട്ട് പിടിച്ച് വലിക്കുകയാണോ, അല്ലെങ്കിൽ കൊടുത്തിട്ടിട്ട് ഇവനെ പിടിച്ചിട്ട് വലിക്കുകയാണോ? അല്ല, ഇതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് അവിടെ. അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ പാഠഭാഗത്ത് പഠിക്കും. പ്ലസ്സിന്ന് പോയിട്ട് മൈനസിലേക്ക് പോയി ചേരും ഇലക്ട്രിക് ഫീൽഡ്. കേട്ടോ, എപ്പോഴും മൈനസിലേക്ക് വരിക ചെയ്യുന്നത്, മൈനസിൽ നിന്ന് പുറത്തേക്ക് പോകില്ല. അങ്ങനെ പഠിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുക, കുറേ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുക. ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കുക. വലിയ ചാർജാണ്. അപ്പോൾ ഇങ്ങനെ ഒക്കെ പാരലായിട്ട് ഞാൻ വരയ്ക്കുക, മനസ്സിലാക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു പലാകഷ്ണം കൊണ്ടു വെച്ചു, അല്ലെങ്കിൽ ഏതൊരു മീഡിയം കൊണ്ടു വെച്ചു, ഒരു വെള്ളം കൊണ്ടു വെച്ചു, എന്തായാലും ആയിക്കോട്ടെ, ഒരു മീഡിയം കൊണ്ടു വെച്ചു. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, ഇവിടെ പ്ലസ് ചാർജ് അല്ലേ. അപ്പൊ നമുക്കറിയാം, എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചേക്കുന്നത്, എല്ലാ സോളിഡ് ഒബ്ജക്റ്റും നിർമ്മിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ലിക്വിഡ് എന്തിനാവട്ടെ, ലോകത്തിലെ എല്ലാ സാധനവും ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. അതിനകത്ത് ആരുണ്ട്? ഇലക്ട്രോൺ ഉണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക അതിന് ചുറ്റും കുറേ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോണൊക്കെ എന്ത് പറ്റും? ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്കല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്ലസ് ചാർജ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇലക്ട്രോൺ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്ത് അടുത്തേക്ക് വരും. എവിടുന്നാ വന്നേ? ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഒരു കുറച്ച് നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു അർത്ഥം. എവിടുന്നാ വന്നേ അവിടെയൊക്കെ ചെറിയ പോസിറ്റീവ് ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ മൈനസ് ചാർജ് ഉണ്ട്, അപ്പോൾ പോസിറ്റീവ് ചാർജിൽ അങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചാലും മതി. സംഭവിച്ചെന്നറിയോ, ചാർജ് ഈ രണ്ട് ചാർജ് വെച്ചപ്പോൾ ഉള്ള ഇന്ററാക്റ്റീവ് ഫോഴ്സ് ആര് മൂലമായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് മൂലം. ഞാനൊരു മീഡിയത്തെ കൊണ്ടു വെച്ചപ്പോൾ ഇതിന്റെ അകത്ത് പ്ലസും മൈനസും ഉണ്ടായി കഴിഞ്ഞു. പ്ലസ് നോക്കി ഇതിന്റെ അകത്തൊരു രണ്ട് ചാർജുകൾ ക്രിയേറ്റ് ചെയ്യും. ഒരു സൈഡിൽ പ്ലസും മറ്റേ സൈഡിൽ മൈനസും. അപ്പൊ അകത്ത് എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്? പ്ലസിൽ നിന്ന് മൈനസിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇവനെ വിളിക്കുകയാണ്, ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് പോളറൈസേഷൻ. ഞാൻ ഇവിടെ ഉണ്ടായ ഈ ഇലക്ട്രിക് ഫീൽഡിനെ വിളിക്കുവാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഇൻഡ്യൂസ് ചെയ്യുക ചെയ്തത്,
ഇവനും കൂടി ചേർന്നിട്ട് ഇൻഡ്യൂസ് ചെയ്യും ഉണ്ടാകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉണ്ടായിക്കഴിയും ഈ ഐ. തുടക്കത്തിൽ ഇവന്മാർ തമ്മിൽ ഉള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ഇവനില്ലായിരുന്നെങ്കിൽ എത്രയായിരുന്നു? അട്രാക്റ്റീവ് ഫോഴ്സ് ആര് കാരണമായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് കാരണം. ആ ഇലക്ട്രിക് ഫീൽഡിനെ ഞാൻ ഇ എന്ന് വിളിച്ചു. അപ്പം ഞാൻ മീഡിയം കൊണ്ടേ വെച്ച് കഴിഞ്ഞപ്പോൾ എന്നാ പറ്റി? ഒരു ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉണ്ടായി. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പൊ ഇവർ തമ്മിലുള്ള അട്രാക്ഷന് കാരണമായ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയേ ഉള്ളൂ? ഇ നെറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഇ ഐ. അങ്ങോട്ടേക്ക് ഇലക്ട്രിക് ഫീൽഡ്, ഇങ്ങോട്ടേക്ക് ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നോക്കിയേ, ഇനി ഈ പോളറൈസേഷന്റെ കഴിവ് കൂടിയ ഒരു വേറൊരു മീഡിയം കൊണ്ടേ വെക്കുന്നെങ്കിലോ ഈ ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് കൂടും. അപ്പൊ ഈ മൊത്തം നെറ്റിന് എന്നാ പറ്റും? കുറവ് വരും. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ശക്തി കുറയും. ഇതിനെ പറഞ്ഞവരാണ് പെർമിറ്റിവിറ്റി. അതായത് ഈ അവർ രണ്ടുപേരും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിന് കാരണമായ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയ്ക്കുന്ന ആ കഴിവ്, അതിനെ പറഞ്ഞവരാണെന്ത്? പെർമിറ്റിവിറ്റി. അപ്പൊ ഈ പെർമിറ്റിവിറ്റി കൂടുക എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഫോഴ്സ് കുറയാം. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പെർമിറ്റിവിറ്റി. കേട്ടോ? പെർമിറ്റിവിറ്റിയുടെ ഒരു നോട്ട് കേട്ടോ. ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മീഡിയം പെർമിറ്റ്സ് ഇറ്റ്സ് ഓൺ ഫീൽഡ് ടു ഡിക്രീസ് ദ ഇന്ററാക്ഷൻ ഫീൽഡ് ബിറ്റ്വീൻ ചാർജസ്. ഇനി അപ്പൊ നമുക്ക് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മാക്സിമം ആകണേ എന്നാ ചെയ്യണം? ഈ പെർമിറ്റിവിറ്റി ഏറ്റവും കുറവുള്ള ഒരു മീഡിയത്തിൽ കൊണ്ടേ വെച്ചാൽ മതി. ആ ഏറ്റവും കുറവുള്ള മീഡിയമാണ് വാക്യൂം. കേട്ടോ? വാക്യൂത്തിന്റെ പെർമിറ്റിവിറ്റി 0 അല്ല. വാക്യൂം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെന്ന് അർത്ഥം, ഒരു മോളിക്കൂളില്ല, ഒന്നുമില്ല. പക്ഷെ അവിടെ ശരിക്കും 0 ആയാൽ വേണ്ടിയിരുന്നു. പക്ഷെ 0 അല്ല, 0ന്റെ അടുത്ത ഒരു വാല്യൂ 8.85 × 10⁻12. അങ്ങനെ എഴുതുന്ന 0.000000885. വളരെ 0 അല്ല, വളരെ ചെറിയൊരു വാല്യൂ. കേട്ടോ? ഇതാണ് അതിന്റെ പെർമിറ്റിവിറ്റി. അതായിട്ട് കൊടുക്കുന്നെങ്കിൽ ഇവിടെ എപ്സിലോൺ നോട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ 1/4π എപ്സിലോൺ നോട്ട് ഇട്ട് കൊടുത്താൽ കിട്ടുന്നതാണ് k ന്റെ വാല്യൂ 9 × 10⁻9. ആ k എന്നത് നമ്മളെ ഫോഴ്സ് കോൺസ്റ്റന്റ് ആട്ടോ. ഇതിനാണ് കുറച്ച് കഴിയുമ്പോൾ വേറൊരു k പഠിക്കും നമ്മൾ. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിക്ക് ചില സ്ഥലത്ത് k ഉണ്ട്, കൺഫ്യൂഷൻ അടിച്ചേക്കരുത്. ഈ k എന്നതാ 1/4π എപ്സിലോൺ നോട്ടാ. അത് എത്രയാണ് കിട്ടുന്നത്? 9 × 10⁻9. ഇവിടെ എന്ത് കൊടുക്കുമ്പോഴാ? അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. ഇനി ഇവിടെ വെള്ളമായിരുന്നെങ്കിലോ? വെള്ളത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് 7.12 × 10⁻10. നിങ്ങൾ നോക്കി, വാക്യൂത്തിന്റെ ആണോ ഇവന്റെ ആണോ വലുത്? ഇവന്റെ. കണ്ടോ? 10⁻10 ആണ്, 10⁻12 ആണ്. ഇനി ഗ്ലാസ് ആണെങ്കിൽ 3.01 × 10⁻11. കേട്ടോ? ഇവരൊക്കെ ആരെക്കാട്ടിലും വലുതാണ്? ഇവനെക്കാട്ടിലും. നമുക്ക് ഒരിക്കലും ഈ വാല്യൂസ് ഒക്കെ കാണാതെ പഠിക്കാൻ പാടാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇവനെ ബേസ് ആയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതിനെ നമുക്ക് ഏറ്റവും മിനിമം ആക്കാം വാക്യൂത്തിന്. അപ്പൊ നമുക്ക് അവനെ മിനിമം ആയിട്ട് എടുത്തിട്ട് അവനെ വെച്ച് നമുക്ക് അവനെ ബേസ് ആയി എടുത്തിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം ബാക്കിയുള്ളതിനെ. അതിനെ പറഞ്ഞവരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതെന്താ സാധനം ചോദിച്ചാല്, റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. കേട്ടോ? ഇത് ഓർത്തിരിക്കണേ. ഈ എപ്സിലോൺ ആർ എന്നതിന് പകരം k എന്ന പേരിലും വിളിക്കാം. ഇവിടുത്തെ k എന്നറിയോ? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. ശരി, അവിടെ നിൽക്കട്ടെ. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. നോക്കി, ഇപ്പൊ വാട്ടറിന്റെ കാര്യത്തിലാണെങ്കിൽ 7.12 × 10⁻10 അതന്നെയല്ലേ, ഡിവൈഡ് ബൈ 8.85 × 10⁻12. ഇതെത്ര മക്കളെ? ഏകദേശം ഒരു 80, 80.9, 80.4 ആ റേഞ്ച് കിട്ടും. കേട്ടോ? ഇനി ഗ്ലാസിന്റെ ആണെങ്കിലോ? ഗ്ലാസിന്റെ ആണെങ്കിൽ എത്രയാ? 3.01 × 10⁻11 ഡിവൈഡ് ബൈ 8.85 × 10⁻12. അത് ചെയ്ത് നോക്കിയാൽ ഏകദേശം എത്ര കിട്ടും? 7 ആ റേഞ്ച് കിട്ടും. കേട്ടോ? 7 6 ആ റേഞ്ചും കൂടെ കൊടുത്തേക്കുന്നത്. ചെയ്ത് നോക്കാം.
അവിടെ കൊടുത്തേക്കുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി 7 എന്നാണ്. എന്നാ കുഴപ്പമെന്നറിയോ? ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നുള്ള വാല്യൂ ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. അപ്പോൾ പല ടെമ്പറേച്ചറിലും പല വാല്യൂ ആണ്. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരെടുത്തേക്കുന്ന 7 റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഗ്ലാസ് എടുത്തേക്കുന്ന 7 ഇത് കറക്റ്റ് തന്നെ മാറുന്നില്ല. പക്ഷെ അവരെടുത്തേക്കുന്നത് വേറെ വാല്യൂ. കാരണം പല ടെമ്പറേച്ചറും പല വാല്യൂ ആയതുകൊണ്ട് ഏത് ടെമ്പറേച്ചറിനാന്ന് നമുക്ക് അറിയത്തില്ല. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി മനസ്സിലാവണമെങ്കിൽ. ശരി, അവിടെ നിൽക്കട്ടെ. കാര്യം മനസ്സിലായാലും എന്നാന്ന് അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ കിട്ടുന്നതാണ് എന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. നമുക്ക് ഇതിലൊരു വേറൊരു ടേം പഠിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയോ. ഇപ്പൊ ഈ രണ്ട് ചാർജ് ഒരു മീഡിയത്തിൽ വെച്ചേക്കോ കേട്ടോ. ഈ മീഡിയത്തിന്റെ പെർമിറ്റിവിറ്റി ആണ് എപ്സിലോൺ എൻ. ഇതേ ചാർജ് ഈ Q1 Q2 എന്നുള്ള ചാർജ് Q1 Q2 എന്നുള്ള ചാർജ് ഞാനിത് വേക്കത്തിൽ വെച്ചേക്കുക. വേക്കം ഇവിടെ വെക്കുന്നെങ്കിൽ ഇവരുടെ ഫോഴ്സ് തന്നെ കിട്ടും. ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് ഇൻ മീഡിയം 1 അല്ലെങ്കിൽ ഈ മീഡിയം 1/4 പൈ എപ്സിലോൺ Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഞാൻ ഈ വാക്യത്തിലാണ് വെക്കുന്നെങ്കിലോ എഫ് നോട്ട് എന്ന് വേണേൽ വിളിക്കാം. 1/4 പൈ എപ്സിലോൺ നോട്ട് Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇവിടെ നോക്കി എഫ് നോട്ട് ഡിവൈഡ് ബൈ എഫ് എം എന്നാ വരും? ഈ സാധനം 1/4 പൈ എപ്സിലോൺ നോട്ട് Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ മീഡിയത്തിൽ വെക്കുമ്പോൾ 1/4 പൈ എപ്സിലോൺ മീഡിയം Q1 Q2 ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇവന്മാരും വെട്ടിപ്പോലോ. രണ്ടും സെയിം ചാർജ് ആണ്, സെയിം ഡിസ്റ്റൻസും ആണ്. ഈ 4 പൈയും 4 പൈയും വെട്ടിപ്പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 1/എപ്സിലോണും 1/എപ്സിലോൺ മീഡിയം. നേരെ മുകളിൽ കിട്ടി എപ്സിലോൺ മീഡിയം ഡിവൈഡ് ബൈ നോട്ട്. ഈ സാധനമല്ലേ എന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ ഈ സാധനം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് വേറെ ടൈമിൽ കൂടി പറയാം. എഫ് നോട്ട് ഡിവൈഡ് ബൈ എഫ് എം. അതായത് ഈ ചാർജുകൾ ഞാൻ വാക്കത്തിൽ വെച്ച് കിട്ടുന്ന ഫോഴ്സ് ഡിവൈഡ് ബൈ മീഡിയത്തിൽ കിട്ടുന്ന ഫോഴ്സിനെ കൊണ്ട് ഡിവൈഡ് ബൈ മീഡിയത്തിൽ കിട്ടുന്ന ഫോഴ്സ് ഈക്വൽ ടു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആണോ? നോക്കി, ഇതാണ് ഏറ്റവും മിനിമം വാല്യൂ. അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് വാക്വം ആണ് ഏറ്റവും ചെറുത്. ബാക്കിയുള്ളതൊക്കെ ഇവനെക്കാട്ടും വലുതാണ്. ഏത് മീഡിയം എടുത്താലും, പേരന്റ് എടുത്താലും, ബാക്കി ആരുടെ എടുത്താലും ഈ പെർമിറ്റിവിറ്റി ഇതിനെക്കാട്ടും കൂടുതലാണ്. അപ്പൊ വലിയ സംഖ്യ എന്നൊരു ചെറിയ സംഖ്യ ഡിവിഷൻ നടത്തിയാൽ നോക്കി, ഇവൻ 1.00001 അല്ലെങ്കിൽ 8.0001 ഡിവൈഡ് ബൈ 8 ചെയ്താൽ എനിക്ക് ഒന്നിനേക്കാളും വലിയ സംഖ്യ കിട്ടാം അല്ലേ? അപ്പൊ ഇവിടെ ചെറിയ വാല്യൂ, ഇവിടെ വലിയ വാല്യൂ, അത് എത്ര ചെറിയതായിട്ട് വലുതായാലും കിട്ടുന്ന വാല്യൂ ഒന്നിനേക്കാളും വലുതായിരിക്കും ആണല്ലോ. അപ്പൊ ഈ സംഖ്യ ഒന്നിനേക്കാളും വലുതാണ്. അങ്ങനെയാണെങ്കിൽ എഫ് നോട്ട് ബൈ എഫ് എമ്മിന് ഒരു കാര്യം പറയാൻ പറ്റും, ഇവൻ എപ്പോഴും ഇവനെക്കാളും ചെറുതായിരിക്കും. കാരണം എനിക്ക് ഇവന്റെ വാല്യൂ ഒന്നിനേക്കാളും വലുത് കിട്ടണ്ടേ. അപ്പൊ ഇവന്റെ വാല്യൂ എപ്പോഴും ഇവനെക്കാളും ചെറുതായിരിക്കും. അതായത് രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു മീഡിയത്തിലും ഞാൻ വാക്വത്തിലും കൊണ്ടുപോയി വെച്ചാൽ എവിടെയായിരിക്കും ഫോഴ്സ് കൂടുതൽ കിട്ടുക? വാക്വത്തിൽ. അപ്പൊ വാക്വത്തിലെ ഫോഴ്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എനി മീഡിയം കേട്ടോ. ഏത് മീഡിയത്തിൽ വെച്ച് കിട്ടുന്ന ഫോഴ്സിനെക്കാട്ടും വലുതായിരിക്കും എന്ത്? വാക്വത്തിൽ കിട്ടുന്ന ഫോഴ്സ്. അപ്പൊ അത് ഓർത്തിരിക്കണം. എഫ് നോട്ട് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എഫ് എം. എഫ് നോട്ട് ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ ഇൻറ്റു എഫ് എം. ഈ വക ഇക്വേഷൻ ഒക്കെ ഓർത്തിരുന്നുള്ള മാർക്ക് ചെയ്ത് പഠിച്ചോളാം. നമ്മളെ ഗ്ലാസിന്റെ ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറഞ്ഞപ്പോൾ ഒരു ചെറിയ ഡൗട്ട് ഒന്നുമില്ലായിരുന്നു. ഇത് 7 വന്നേക്കുന്നത്. പക്ഷെ നമ്മളെടുത്തേക്കുന്ന പെർമിറ്റിവിറ്റി എത്രയാണ്? 3 ആണ്. 3 ഡിവൈഡ് ബൈ 8.8 ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇതൊന്നും വരുന്നില്ല. അതായത് ഈ ടേം ഡിവൈഡ് ബൈ അത് ചെയ്യുമ്പോൾ ഇത് വന്നില്ല. എന്നല്ല നമുക്ക് അതെന്നറിയോ, ഇത് കാണാൻ വേണ്ടി എടുത്ത പെർമിറ്റിവിറ്റിയുടെ വാല്യൂ വേറെയാണ്. അത് വേറെ ആകുമോ? വേറെ ആകുമോ എന്നറിയോ?
ഈ പെർമിറ്റിവിറ്റി എന്നുള്ള വാല്യൂസ് ടെമ്പറേച്ചർ അനുസരിച്ച് മാറും. ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാറിയാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി മാറും. അപ്പോൾ പല ടെമ്പറേച്ചറിനും പല വാല്യൂ. അപ്പോൾ ഉദാഹരണത്തിന് വാട്ടറിന്റെ കാര്യത്തിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമ്മൾ എത്ര പഠിച്ചത്? 80.4 അതാണ് പഠിച്ചത്. ഇതേ ഡിവൈഡ് ബൈ ഇത് ചെയ്താൽ ഏകദേശം ഒരു 80 ആ റേഞ്ച്. അതേത് ടെമ്പറേച്ചറല്ല, ഏകദേശം ഒരു ഇതിനിടയ്ക്ക് ഒരു ടെമ്പറേച്ചറല്ല, 17-16 ഡിഗ്രി സെൽഷ്യസിനകത്താണ്. 0 അതിന്റെ വാല്യൂ 88, 20 80.1, 100 ഡിഗ്രിയിൽ 55.3. പല ടെമ്പറേച്ചറിനും റിലേറ്റീവ് പെർമിറ്റിവിറ്റി പല വാല്യൂസാണ്. ശ്രദ്ധിക്കുക, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാ പറ്റുന്നത്? കുറഞ്ഞു പോവുക ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഗ്ലാസ് 7 കിട്ടിയത് പോസിബിൾ ആണ്. അതിന് ഇതായിരിക്കണം നിർബന്ധമില്ല, വേറെ ഏതോ ടെമ്പറേച്ചറിൽ വേറെ ഏതോ പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇവൻ മാറില്ല, ഇവൻ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതേ ഉള്ളൂ അതിൻ്റെ ഭാഗത്തെ ഒരു സംശയം. നമുക്കിനി കുറച്ച് പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 ചാർജുകളുണ്ട് Q1 Q2. ഇവർക്കിടയിൽ ഇപ്പോൾ ഉള്ള ഫോഴ്സ് ആണ് F. ഇവർ ആ ഡിസ്റ്റൻസ് അകലെയാണ്. ഇവർക്ക് ഇടയിലുള്ള ഇപ്പോഴത്തെ കൂളം ഫോഴ്സ് ആണ് F. ഞാൻ ഇവർക്കിടയിലേക്ക് ഒരു മെറ്റൽ പീസ് കൊണ്ടുപോയി വെക്കുക, ഒരു മെറ്റൽ പീസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിലവിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എത്രയാവുന്നതാണ്? ഓപ്ഷൻ തരാം. A = F തന്നെ, B = 2F, C = F/2 കേട്ടോ. ഇതിന്റെ തിക്നെസ് ആണ് D. D = none of these. ഓപ്ഷൻ ഏതാ? none of these അല്ലേ? ശരിയാണ്. ആൻസർ എന്നറിയോ? 0. ഇ എന്നൊരു ഓപ്ഷനിൽ 0 വേണം. നീറ്റ് നമുക്ക് ഈ എന്ന ഓപ്ഷൻ ഇല്ല. അപ്പൊ ആൻസർ ഏതാ? none of these. ആൻസർ ശരിക്കും 0 ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ എത്രയെന്നറിയോ? ഇൻഫിനിറ്റി എന്ന് പറയാനറിയോ? ഈ മെറ്റൽ പീസ് എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് ഇവർ തമ്മിൽ എങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വഴി അല്ലേ? ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോയാലേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ട് പോയാലേ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. മെറ്റലാണ് കൊണ്ടെന്ന് വെച്ചാൽ ഈ മെറ്റൽ ഉണ്ടല്ലോ, മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അതിനെക്കുറിച്ച് ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓർത്തിരിക്കും, മെറ്റലിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് വെച്ചാൽ ഈ പുറത്തേക്ക് ഇവിടെ ക്രോസ് ചെയ്യണ്ടേ? ക്രോസ് ചെയ്യാനായിട്ട് ഈ മെറ്റൽ സമ്മതിക്കില്ല. മൊത്തം ഇലക്ട്രിക് ഫീൽഡിനെ ഇവൻ വലിച്ചെടുത്ത് തിന്നും. അങ്ങനെ ഓർത്താൽ മതി. ഇപ്പം വലിച്ചെടുത്തത് ക്യാൻസൽ ആയിക്കണം കേട്ടോ. അതായത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഇനി ഫോഴ്സ് ഉണ്ടാവുമോ? ഇല്ല. നമുക്കറിയാം റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇക്വേഷൻ 2 തന്നെ ഉണ്ട്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ടു ദി പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. ഇവിടെ അല്ലെങ്കിൽ വേറെ ഉണ്ട്, F0 / F മീഡിയം. അപ്പൊ മീഡിയത്തിനകത്തെ ഫോഴ്സ് നോക്കിയേ, F0 / F മീഡിയം ആണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. F0 = F മീഡിയം ഇൻറ്റു അല്ലെങ്കിൽ F0 / റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഫോഴ്സ് ഓൺ മീഡിയം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അത് ഇൻഫിനിറ്റി ആണ് കേട്ടോ. അപ്പൊ F0 / എന്നാ കിട്ടും? 0. അപ്പൊ ഫോഴ്സ് ഓൺ മീഡിയം എന്നതാ 0 കേട്ടോ. എങ്ങനെയാണ് മനസ്സിലാക്കാം? ഒരു മെറ്റൽ കൊണ്ട് വെച്ചാൽ മൊത്തം ഇലക്ട്രിക് ഫീൽഡിനെ ക്യാൻസൽ ആയി കളയും. അതുകൊണ്ട് ഇവർക്കിടയിലുള്ള ഫോഴ്സ് എന്നതാ 0 ആണ്. അപ്പോൾ ഞാൻ തിരിച്ചു കണ്ടുപിടിച്ച് നോക്കി, F0 / F മീഡിയം ആണ് എന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അപ്പോൾ F0 അവിടെ കിടന്നോട്ടെ, വാക്യത്തിൽ കൊണ്ടിരിക്കുന്നെങ്കിൽ ഫോഴ്സ് ഉണ്ടാവും. / F മീഡിയം എത്രയാ? 0 = റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എനിത്തിങ് ഡിവൈഡ് ബൈ 0 എന്നതാ? ഇൻഫിനിറ്റി. അപ്പോൾ ഇൻഫിനിറ്റി = റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എങ്ങനെയാണെന്ന് പഠിക്കാം. ഞാൻ നിങ്ങളെ ജസ്റ്റ് അറിയിച്ചതേ ഉള്ളൂ. മെറ്റലിന്റെ കാര്യത്തിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റി ആണ്. മെറ്റലാണ് ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് എന്നതായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്പം ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, 2 ചാർജ് ഉണ്ട്, Q1 Q2.
ഇവർക്കിടയിൽ ഇപ്പോഴത്തെ ഫോഴ്സ് ആണ് എഫ് കേട്ടോ. ആ ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ ഇപ്പോഴത്തെ ഫോഴ്സ് ആണ് എഫ്. ഞാൻ ഈ ഡിസ്റ്റൻസ് പകുതിയാക്കിയാൽ ഇപ്പം എന്നാ പറ്റും? സെയിം ചാർജ് ആണ് Q1 Q2 ഡിവൈഡ് ബൈ R/2 ആക്കിയാൽ എന്നാ പറ്റും? ഈ എഫ് എന്തായിരുന്നു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ R² ആയിരുന്നു. അപ്പോൾ ഇവൻ എന്നാ വരും? എഫ് രണ്ടാമത്തെ എഫ് എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ ആറിന് പകരം R/2ന്റെ സ്ക്വയർ. R/2ന്റെ സ്ക്വയർ R²/4 എന്ന് എഴുതാലോ. R² ഡിവൈഡ് ബൈ 4 എഴുതാം. ഈ അടിയിലെ 4നെ ഞാൻ മുകളിലേക്ക് എഴുതാം 4. അപ്പൊ എന്തായി? ഇത്രയും ഭാഗം എന്നതാ എഫ് ആണ്. അപ്പോൾ എഫ് ഇൻറ്റു 4, അതായത് മര്യാദയ്ക്ക് എഴുതിയാൽ 4F എന്ന് എഴുതാം. ഡിസ്റ്റൻസ് ഞാൻ പകുതി ആക്കിയപ്പോൾ ഫോഴ്സ് ഇരട്ടിയായി. സിമ്പിൾ കൺസെപ്റ്റ്. കാരണം അടിയില ആർ വന്നിട്ട് നമുക്കറിയാം ഇൻവേഴ്സ് സ്ക്വയർ ലോയാണ് ഒബേ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ഞാൻ പകുതി ആക്കിയാൽ അതായത് 2 ടൈംസ് കുറച്ചു, 4 ടൈംസ് 2ന്റെ സ്ക്വയർ 4 ടൈംസ് വലുതായി. R/3 ആക്കിയതെങ്കിലോ 3/1 ആക്കിയെങ്കിലോ 9 ടൈംസ് ഫോഴ്സ് കൂടുമായിരുന്നു. ഈ കൺസെപ്റ്റ് അറിയാലോ. ഇത് നമ്മുടെ ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ചിലപ്പോൾ ഈ ചാർജ് ഞാൻ പകുതി ആക്കിയെന്നായിരിക്കും കണക്ക്. Q2/2 ആക്കിയാൽ, അപ്പോൾ Q/2 ആക്കിയാൽ എന്നാ പറ്റും? ഈ 2 അടിയിൽ പോകും. അങ്ങനെയാണെങ്കിൽ F/2 വരും. അല്ല, അടിയിൽ കിടക്കുന്നത് ഇത്രയും ഭാഗം F ആണ്, F/2 വരും. ചാർജ് ഞാൻ പകുതി ആക്കിയാൽ ഫോഴ്സ് എന്തായി? പകുതിയായി. ഇതൊക്കെ നമ്മുടെ ബോർഡ് എക്സാമിന്റെ ചോദ്യമാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് 2 ചാർജുകളുണ്ട്. ഇതിൽ ഇപ്പം നിലവിലെ ഫോഴ്സ് എഫ് ആണ്. ഞാൻ ഈ ചാർജുകളെ ഡിസ്റ്റൻസ് പകുതിയാക്കി വെച്ചിട്ട് വെറുതെ വെച്ചേക്കല്ല, ഒരു ഓയിലിൽ ഡിപ്പ് ചെയ്യും. ഇപ്പൊ അവരുടെ ഫോഴ്സ് F/3 ആയി. നിലവിലെ ഫോഴ്സ് എഫ് ഫോഴ്സ് അറ്റ് മീഡിയം എന്ന് പറയുന്നത് ആദ്യത്തെ 3/1 ആയി. ഫോഴ്സ് F/3 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡിന്റെ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ലിക്വിഡ് കൊടുക്കും. പെർമിറ്റിവിറ്റി ഓഫ് ലിക്വിഡ് എത്രയാണ് ചോദിച്ചത്? പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം വെച്ചേക്കുന്നത് നമുക്കറിയാവുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എഴുതി നോക്കിയത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഡിവൈഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് വാക്യൂം. വേറെ ഒന്നുണ്ട് ഇത് കാണാനായിട്ട്, ഫോഴ്സ് ഇൻ വാക്യൂം ഡിവൈഡ് ബൈ ഫോഴ്സ് ഇൻ മീഡിയം. നിങ്ങൾ വിചാരിച്ചോ ഇത് വാക്യൂം എന്ന് വിചാരിച്ചോ? കാരണം ഇവിടെ പ്രത്യേകം ഒന്നും പാടില്ലല്ലോ. ഇത് വാക്യൂം ആയിട്ട് വിചാരിച്ചു, കുഴപ്പമില്ല. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ ഇക്വേഷൻ. നമ്മുടെ ചോദിച്ചേക്കുന്നതാണ് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം വെച്ചേക്കുന്നത്. ആലോചിക്കുക, ഇത് നമുക്കറിയാം. പെർമിറ്റിവിറ്റി ഇൻ വാക്യൂം നമുക്കറിയാം 8.85 ആ സാധനം. അപ്പൊ ഇത് കണ്ടുപിടിച്ചാൽ ഇവനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം കാണാൻ പറ്റും. അതാണ് ചോദിച്ചേക്കുന്നത്, പെർമിറ്റിവിറ്റി ഓഫ് ലിക്വിഡ്. ഇനി ഇത് കാണണമെങ്കിലോ F0/F മീഡിയം അല്ലെങ്കിൽ ലിക്വിഡ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ F0 എത്രയാ? ഈ തന്നേക്കുന്ന F0 ഞാൻ F0 വിളിക്കാം കേട്ടോ. F0 is equal to 1/4πε0 Q1 Q2 divided by R². F മീഡിയം അല്ലെങ്കിൽ F ലിക്വിഡ് എത്രയായിരിക്കും? ഡിസ്റ്റൻസ് ഞാൻ പകുതിയാക്കി. അതേപോലെ ഈ സാധനം മാറിയിട്ടുണ്ട്, പെർമിറ്റിവിറ്റി മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതുക 1/4πε മീഡിയം. ഞാൻ മീഡിയം വിളിക്കാം കേട്ടോ, ലിക്വിഡ് അല്ല, മീഡിയം തന്നെ വിളിക്കാം. എല്ലായിടത്തും എം തന്നെ എഴുതണം. ഇല്ല, മാറിപ്പോയി. Q1 Q2 ഡിവൈഡ് ബൈ R അല്ല, ഡിസ്റ്റൻസ് ഞാൻ പകുതിയും കൂടി ആക്കി. R/2 ഹോൾ സ്ക്വയർ. അപ്പൊ ആ /2 ഹോൾ സ്ക്വയർ ഞാൻ മുകളിലേക്ക് എഴുതുവാണേ 4. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. നമുക്കിതിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. F0 ഡിവൈഡ് ബൈ Fm ഇസ് ഈക്വൽ ടു, ഡിവൈഡ് ചെയ്താൽ നോക്കി ഇതിലൊക്കെ വെട്ടിപ്പോയില്ലേ, ബാക്കി ആരൊക്കെ ഉണ്ട്? 1/4 മാത്രം. വേറൊരു സാധനം ഉണ്ട്, എപ്സിലോൺ0 ഉണ്ട്, എപ്സിലോൺ മീഡിയം ഉണ്ട്. അപ്പൊ ഇതേ ഡിവൈഡ് ബൈ ഇതാ വരുന്നത്. അപ്പൊ എപ്സിലോൺ മീഡിയം ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. ഇവന്മാരും ഉണ്ട് കേട്ടോ, ബാക്കിയെല്ലാം വെട്ടിപ്പോയി. നോക്കി F0 എത്രയായിരുന്നു? F ആയിരുന്നു.
എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതിയായി. പകുതിയാണോ? അല്ല, പകുതിയല്ല, f/3 ആയി. അല്ല, ഇങ്ങോട്ട് നോക്കി, എഫ് മീഡിയം എന്ന് പറഞ്ഞാൽ f/3 ആണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു 1/4. f/3 എത്രയാ മക്കളെ? 3. ബാക്കി എഫ് വെട്ടി പോലെ 3 is equal to എപ്സിലോൺ മീഡിയം ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു 1/4. ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവന്നേ, 3 into 4. അപ്പോൾ എപ്സിലോൺ മീഡിയം ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ഇസ് ഈക്വൽ ടു 12. ഇതല്ലേ കാണണ്ടേ? എപ്സിലോൺ മീഡിയം അല്ലേ കാണണ്ടേ? 12 ഇൻറ്റു എപ്സിലോൺ നോട്ട്. എപ്സിലോൺ നോട്ട് എത്രയാ? 12 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻⁻12. ഇത് വാക്യം തന്നെയായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ വിട്ടുമായിരുന്നു. ഇവർ എവിടെ വെച്ചേക്കുന്ന വാക്യത്തിൽ കേട്ടോ, അതുകൊണ്ട് ഞാൻ എഫ് നോട്ട് എടുത്തത്. ഒന്നുകൂടി പറയാം, രണ്ടുപേര് വാക്യത്തിൽ ഇരുന്നപ്പോൾ എനിക്ക് എഫ് നോട്ട് ആയിരുന്നു. ഞാൻ അവരുടെ ഡിസ്റ്റൻസ് പകുതി അയക്കാൻ ഓയിൽ കൊണ്ടു വെച്ചപ്പോൾ എൻ്റെ ഫോഴ്സ്, ആ മീഡിയത്തിലുള്ള ഫോഴ്സ് f/3 ആയാൽ ഈ ഓയിലിന്റെ പെർമിറ്റിവിറ്റി എത്ര ദിവസം ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്തു? എഫ് നോട്ട് എന്നാ ഞാൻ എഴുതി 1/4 എപ്സിലോൺ നോട്ട് Q1 Q2 by r². ഞാൻ എഫ് മീഡിയം എഴുതി 1/4 എപ്സിലോൺ മീഡിയം Q1 Q2 by r² അല്ല, ഡിസ്റ്റൻസ് ഞാൻ പകുതി ആക്കിയായിരുന്നു, r/2ന്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാൻ /2ന്റെ ഹോൾ സ്ക്വയർ ഞാൻ മുകളിലേക്ക് എഴുതി 4. ഇവരെ പരസ്പരം ഡിവൈഡ് ചെയ്തു. എഫ് നോട്ട് ബൈ എഫ് എം, ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്തു. 1/4 എപ്സിലോൺ നോട്ട് ഡിവൈഡ് ബൈ 1/4 എപ്സിലോൺ മീഡിയം. രണ്ട് ഭിന്നസംഖ്യകൾ ഡിവൈഡ് ചെയ്യാൻ അറിയാലോ. ഈ സാധനം മൂടി വരും, ഈ സാധനം താഴെ വരും. അപ്പോൾ അത് മൂടി വന്നു താഴെ വന്നു. എപ്സിലോൺ മീഡിയം ഡിവൈഡ് ബൈ എപ്സിലോൺ നോട്ട് എനിക്കറിയാം, എന്നാ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. 3 മൂടി വന്നു, ഈ 4 ഇങ്ങോട്ട് വന്നു, 12 കിട്ടി. എപ്സിലോൺ മീഡിയം ബൈ എപ്സിലോൺ നോട്ട്. എപ്സിലോൺ നോട്ട് അറിയാം, അത് മൾട്ടിപ്ലൈ ചെയ്തു, 12 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഈ സാധനം കിട്ടി. നിങ്ങൾ ചോദിച്ചത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണെങ്കിലോ ആൻസർ എത്രയാ? 12 കേട്ടോ. ഇത്രയേ ഉള്ളൂ ആ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ടഫാണ്. ഇത് പണ്ടത്തെ IIT ക്വസ്റ്റ്യൻ, അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 2 മെറ്റൽ സ്ഫിയർ അവര് തൂക്കിയിട്ടേക്കോ. വാക്യമാണ്. വാക്യത്തിൽ തൂക്കിയിട്ടപ്പോ ചാർജ് സ്ഫെറിക്കൽ കേട്ടോ, ചാർജർ സ്ഫിയർ ആണേ. 2 മെറ്റാലിക് ചാർജർ സ്ഫിയർ ഐഡന്റിക്കലാണ്. ഐഡന്റിക്കൽ, ഒരേപോലെ, ഒരേ വലിപ്പം, ഒരേ ഷേപ്പ്, എല്ലാ സാധനവും ഒന്നു തന്നെ. ഇങ്ങനെ കിട്ടപ്പോൾ ഇവർക്കിടയിലുള്ള ആംഗിൾ 60 ഡിഗ്രി. ഇവരെ ഞാൻ എടുത്തിട്ട് ഞാൻ വെള്ളത്തിൽ കൊണ്ട്, ലിക്വിഡ് കൊണ്ടിട്ട് ഞാൻ ഇതേപോലെ കെട്ടിത്തൂക്കിയിട്ടപ്പോൾ അവിടെയും 60 ഡിഗ്രി, സെയിം ആംഗിൾ 60 ഡിഗ്രി. വെള്ളത്തിൽ കൊണ്ടേ വെച്ചപ്പോഴും ലിക്വിഡ് കൊണ്ടേ വെച്ചപ്പോഴും സെയിം ഡിഗ്രിയിലാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ലിക്വിഡ്? ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ലിക്വിഡ്, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വേറൊരു പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇതാണ് ചോദിച്ചേക്കുന്നത്. ആരുടെ? ലിക്വിഡിന്റെ. ഈ ലിക്വിഡിന്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് സ്ഫിയർ 1.5 gram per cc. Density of liquid 0.5 gram per cc. നോക്കി എന്തുകൊണ്ടാണ് ഇതിൽ അകന്നു തന്നെ? ഇവനും ചാർജ്, സെയിം ചാർജ്, റിപ്പൽഷൻ കാരണം ഇവര് അകന്നു. ഒരു 60 ഡിഗ്രി ആണെങ്കിൽ അവർ അകന്നു. ഇവിടെയും അത് തന്നെ, റിപ്പൽസീവ് ഫോഴ്സ് കാരണം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം. നമുക്ക് എന്തൊക്കെയാ വേണ്ടേ? റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഇക്വേഷൻ എനിക്കറിയാം, F0/Fm. അതായത് ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഇപ്പൊ ഇവര് ഇങ്ങനെ റിപ്പൽഷൻ കാരണം ഇങ്ങോട്ട് അവിടെ ഇവിടെ നിൽക്കാൻ കാരണമായ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. എന്തൊരു ഫോഴ്സ് ആണ് നമുക്കത് കണ്ടുപിടിക്കണ്ടേ? അതിനായിട്ട് ഈ ഡയഗ്രം ശ്രദ്ധിച്ചു നോക്കി.
ഈ ആംഗിൾ 30 ഡിഗ്രി അല്ലേ? ഈ മെറ്റൽ സ്ഫിയർ തൂക്കിയിട്ടേക്കാണല്ലോ, അവന് വെയിറ്റ് ഉണ്ടല്ലോ. വെയിറ്റ് mg എങ്ങോട്ടേക്കായിരിക്കും? നേരെ വെർട്ടിക്കലി താഴേക്ക്. ഇവന്റെ ഫോഴ്സ് ഉണ്ടാവും ഇങ്ങോട്ടേക്ക്, അതായത് ഇവന്റെ ഫോഴ്സ് ഉണ്ടാവും ഇങ്ങോട്ടേക്ക്. നമുക്ക് ഒരു ബോഡിയെ മാത്രം എടുക്കാം. അപ്പൊ ഇങ്ങോട്ടേക്കായിരിക്കും ഇവനിലേക്ക് കിട്ടുന്ന ഫോഴ്സ്. ഇതാണ് എന്ത്? എഫ് നോട്ട്, പാക്കത്തിലെ ഫോഴ്സ് എഫ് നോട്ട്. അപ്പൊ ഇവിടെ നിൽക്കുവാണ് ഇവൻ, അനങ്ങാതെ ഇവിടെ നിൽക്കുക. ഇവന് റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇങ്ങോട്ടേക്കുണ്ട്, വേറെ ഏതൊരു ഫോഴ്സ് ഇവനെ ഇവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതായത് ഫോഴ്സാ വെയിറ്റ് mg താഴേക്കുണ്ട്. ഓക്കെ, ഈ വള്ളിയിൽ ഇത് വള്ളിയിൽ എന്തുണ്ട്? ടെൻഷൻ ടി ഉണ്ട്. ടെൻഷൻ ഓൾവേസ് എവേ ഫ്രം ദ ബോഡി. ഒരു ബോഡിയിൽ നിന്ന് എപ്പോഴും എവേ ആയിരിക്കും ടെൻഷൻ. അപ്പൊ ടെൻഷൻ ടി ഇങ്ങോട്ടേക്കുണ്ട്. അപ്പൊ ആലോചിച്ച് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് ഇങ്ങനെ ഇതേപോലെ ഒരു ലൈൻ കൂടെ വരച്ചു. ഈ ആംഗിൾ 30 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ ടെൻഷന്റെ അഡ്ജസന്റ് ആംഗിൾ ടി കോസ് 30 മുകളിലേക്ക്. ഈ 30ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ ഭാഗം, അതായത് ഇങ്ങോട്ടേക്കുള്ള ഫോഴ്സ് ഇങ്ങോട്ടേക്ക് എന്നതായിരിക്കും? ടി സൈൻ 30. പിന്നെ ടെൻഷനെ ഞാൻ രണ്ട് കമ്പോണന്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? വെക്റ്റർ റെസൊല്യൂഷൻ നടത്തി. ഇതറിയാലോ അല്ലേ? വെക്റ്റർ റെസൊല്യൂഷൻ നോക്കിയേ, ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് എഫ് ആണെങ്കിൽ അഡ്ജസൻസ് ആയിട്ടുള്ള ഈ ഭാഗം എഫ് കോസ് 30യും നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഭാഗം എഫ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ. അപ്പൊ ഈ ഭാഗം ഞാൻ ഇങ്ങോട്ട് കൊണ്ട് വരച്ചാൽ ഇത് ഇവിടെ വന്നു എഫ് സൈൻ തീറ്റ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനത് നേരെ ഇവിടെ വരച്ച് വെച്ചേ ഉള്ളൂ. അഡ്ജസൻസ് സൈഡിലേക്ക് ടി കോസ് 30യും ഓപ്പോസിറ്റിലേക്ക് ടി സൈൻ 30. അപ്പൊ ഈ ഫോഴ്സിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നത് ഈ ടി സൈൻ 30 ആണ്. അതാണ് ഇവരുടെ അണ്ണാൻ നിൽക്കുന്നത്. അപ്പൊ എം ജിക്ക് കറസ്പോണ്ട് ആയിട്ട് ടി കോസ് 30 ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ നോക്കി, എഫ് നോട്ട് ഇസ് ഈക്വൽ ടു ടി സൈൻ 30. ഇനി മുകളിൽ നോക്കി, ടി കോസ് 30 ആരെ പിടിച്ചു നിർത്തും? വെയിറ്റ് എം ജിന്. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. ഇവനോട് ഡിവൈഡ് ചെയ്താൽ സൈനും കോസും ഡിവൈഡ് ചെയ്താൽ ടാൻ 30 ഈസ് ഈക്വൽ ടു എഫ് നോട്ട് ബൈ എം ജി. ഇത് ഇക്വേഷൻ നമ്പർ 3. ഇനി ഈ ഫിഗർ നോക്കി നമുക്ക് ഇവനെ താഴേക്ക് വരയ്ക്കാം. മാറിപ്പോയില്ല അല്ലേ? കുറച്ചൊക്കെ മാറിപ്പോവും. 30 ഡിഗ്രി 30 ഡിഗ്രി ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഇത് 30 ഡിഗ്രി. ഇവന്റെ വെയിറ്റ് എം ജി താഴേക്കുണ്ട്. ഇവൻ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സ് ഇങ്ങോട്ടേക്കുണ്ട്. ഇത് ടെൻഷനാണ്. അപ്പോൾ ടെൻഷൻ്റെ ടി കോസ് 30 മുകളിലേക്കുണ്ട്. ഇങ്ങോട്ടേക്ക് എന്തായിരിക്കും? ടി സൈൻ 30. ഇത്രേ ഉള്ളൂ. ലിക്വിഡ് കൊണ്ടേ വെച്ചപ്പോൾ വേറെ എന്തോ ഒരു ഫോഴ്സ് എക്സ്ട്രാ ഉണ്ടാവും. ഇത് ഫിഗർ തന്നെയാണ് വരച്ചേക്കുന്നത്. വേറെ എന്തോ ഒരു ഫോഴ്സ് എക്സ്ട്രാ ഉണ്ട്. എന്നാ നോക്കാൻ പറ്റുമോ? ലിക്വിഡ് അല്ലേ? ഒരു വസ്തു ഞാൻ ലിക്വിഡ് കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് മുകളിലേക്ക് ഒരു അപ്ത്രസ്റ്റ്, ഒരു അപ്വാർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതിന്റെ പേരെന്താന്ന് ഓർമ്മയുണ്ടോ? ഫോഴ്സ് ഓഫ് ബോയൻസി. അപ്പോൾ ബോയൻസി ഫോഴ്സ് എന്താണ്ടാവും? മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് എന്ന് മാർക്ക് ചെയ്യുന്നതിന് പകരം ഞാൻ ഇവിടെ ബോയൻസി ഫോഴ്സ് എന്ന് ഞാൻ മാർക്ക് ചെയ്യും. ബോയൻസി ഫോഴ്സും കൂടി മുകളിലേക്ക് ആക്ട് ചെയ്യും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇനി ബോയൻസി ഫോഴ്സ് എത്രയാണ് നമുക്കറിയാം. കഴിഞ്ഞ വർഷം പഠിച്ച ബോയൻസി ഫോഴ്സ്, ഒരു വസ്തു ഞാൻ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ വെള്ളം അതിനൊരു ഫോഴ്സ് കൊടുക്കും. ആ ബോയൻസി ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദ ബോഡി ഇമ്മേഴ്സ്ഡ്. അപ്പൊ ഇവിടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സ്ഫിയർ ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സ്ഫിയർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു ജി. ഓക്കെ, ശരി. ഇനി നോക്കി, അപ്പൊ അങ്ങനെ നമുക്ക് ഇവിടെ റിസോൾവ് ചെയ്താലോ. എഫ് നോട്ട് ഇസ് ഈക്വൽ ടു ടി സൈൻ 30.
എം ജി ഈസ് ഈക്വൽ ടു മോളിൽ ആരൊക്കെയുണ്ട് എഫ് ബി പ്ലസ് ടി കോസ് 30. നമുക്കിവിടെ ടി കോസ് 30 മാത്രം ഇവിടെ നിർത്താം. ടി കോസ് 30 എഫ് ബിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. എം ജി മൈനസ് എഫ് ബി. അപ്പൊ ഇത് ഇക്വേഷൻ നമ്പർ 4, ഇത് ഇക്വേഷൻ നമ്പർ 5. ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡ് ബൈ 5 ഇവനെ താഴേക്ക് ഡിവൈഡ് ചെയ്തേ. അപ്പൊ എന്ത് വരും? ടാൻ 30 ഇസ് ഈക്വൽ ടു എഫ് നോട്ട് ഡിവൈഡ് ബൈ, ഇത് എഫ് നോട്ട് അല്ലല്ലോ, ഇത് മീഡിയത്തിലല്ലേ. അപ്പൊ നമുക്കിത് മീഡിയത്തിലെ ഫോഴ്സ് എന്ന് പേര് കൊടുക്കാം. എഫ് മീഡിയം ഡിവൈഡ് ബൈ എം ജി മൈനസ് ഫോഴ്സ് ഓഫ് ബോയൻസി. ഇതാണ് ഇക്വേഷൻ നമ്പർ 6. ഈ രണ്ട് ഇക്വേഷൻ നോക്കി, 3ഉം 6ഉം. ടാൻ 30 ഈക്വൽ ടു ഈ സാധനം, ടാൻ 30 ഈക്വൽ ടു അത്. അങ്ങനെ പിന്നെ നമുക്ക് ഇവരെ തമ്മിൽ ഈക്വേറ്റ് ചെയ്യാലോ. അപ്പൊ എഫ് നോട്ട് ബൈ എം ജി, എഫ് നോട്ട് ഡിവൈഡഡ് ബൈ എം ജി ഈസ് ഈക്വൽ ടു എഫ് എം ഡിവൈഡ് ബൈ എം ജി മൈനസ് ഫോഴ്സ് ഓഫ് ബോയൻസി. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എഫ് നോട്ട് ബൈ എഫ് എം, കാരണം അവന് നമുക്ക് കാണണ്ടേ. എഫ് നോട്ട് ബൈ എഫ് എം ആണ് ഇത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഈക്വൽ ടു ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകണം. എം ജി ഡിവൈഡ് ബൈ എം ജി മൈനസ് ഫോഴ്സ് ഓഫ് ബോയൻസി എത്രയാണ് മക്കളെ? എം ജി തന്നെ അല്ലേ? ആ നോക്കി, ഫോഴ്സ് ഓഫ് ബോയൻസി ഞാൻ എങ്ങനെ എഴുതിയേ? മാസ് എം ഇൻറ്റു ജി. മാസ് ആരുടെ മാസാ? വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് എന്നാണ്. ഞാൻ ഇവിടെ വോളിയം ഓഫ് സ്ഫിയർ എഴുതിയേക്കുന്നത് അല്ലേ? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ഇതാണ് കേട്ടോ ഞാൻ തെറ്റായി എഴുതിയേക്കുന്നത്. ഫോഴ്സ് ഓഫ് ബോയൻസി വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്, വെയിറ്റ് ഓഫ് ദി സ്ഫിയർ അല്ല. ഞാൻ ആ മട്ടത്ര എഴുതിയത്. അപ്പൊ റോയൽ ഇൻറ്റു ബി. അപ്പൊ നോക്കി, ഞാൻ ഇവിടെ എന്ത് എഴുതുക? റോയൽ ഇൻറ്റു, ഇത് മാസ് ഓഫ് ലിക്വിഡ് എഴുതാം, വോളിയം ഓഫ് ലിക്വിഡ്. നോക്കി, എം ജി എന്ന് പറഞ്ഞാൽ ആരുടെ എം ജി ആയിരുന്നു? ഈ സ്ഫിയറിന്റെ ആയിരുന്നു. അപ്പോൾ മാസിന് പകരം ഞാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഡെൻസിറ്റി ഓഫ് സ്ഫിയർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്ഫിയർ ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയർ ഇൻറ്റു ജി മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. ജി അല്ലേ? എഴുതാൻ മറന്നു. ഡെൻസിറ്റി ഓഫ് സ്ഫിയർ എത്രയാണ്? 1.5 ഇൻറ്റു വോളിയം ഓഫ് സ്ഫിയറിനെ ഞാൻ ബി എന്ന് വിളിക്കുക, ഇൻറ്റു ജി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്ഫിയർ എത്രയാണ്? 1.5 ഇൻറ്റു വി ഇൻറ്റു ജി മൈനസ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എത്രയാണ്? 0.5 അല്ലേ? 0.5 ഇൻറ്റു വോളിയം ഓഫ് ലിക്വിഡ്. നോക്കിയേ, ഈ സാധനം വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ എത്ര വോളിയം വെള്ളം മുകളിലേക്ക് പോകും? ഇതിൻ്റെ അത്രയും വോളിയം. നമ്മുടെ ആർക്കിമിഡീസിന്റെ യുറേക്ക കൺസെപ്റ്റ്. ഒരു വെള്ളമുണ്ട്, വെള്ളത്തിനകത്ത് ഞാൻ ഇഷ്ടിക കൊണ്ട് ഇറക്കി വെച്ചു. ഈ ഇഷ്ടിക താഴേക്ക് ഇറക്കി വെച്ചാൽ ഈ വെള്ളം കുറച്ച് വോളിയം മുകളിലേക്ക് പൊങ്ങും. എന്തോരം പൊങ്ങുക? എത്രത്തോളം വോളിയമാണ് താഴേക്ക് മുക്കി വെച്ചിരിക്കുന്നത്, അത്രത്തോളം വോളിയം മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ വോളിയം ഓഫ് സ്ഫിയർ തന്നെയാണ് വോളിയം ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. വി ജി എല്ലായിടത്തും പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? 1.5 ഡിവൈഡ് ബൈ 1.5 മൈനസ് 0.5 എന്ന് പറഞ്ഞാൽ 1.5 ഡിവൈഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 തന്നെ. ഇതാണ് എന്ത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇച്ചിരി ഏറെ ഉണ്ട്, ഞാൻ സ്ലോ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, സംഭവത്തിലേ ഉള്ളൂ. ഇനി നിങ്ങൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ലിക്വിഡ്. ഇപ്പോൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി കാണാൻ വേണ്ടി നമുക്ക് എപ്സിലോൺ നോട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെർമിറ്റിവിറ്റിയെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പോർഷൻ എടുക്കാം.